ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അതെ, നമ്മുടെ രണ്ടാമത്തെ പ്ലെയർ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ രണ്ടാമത്തെ പ്ലെയറിനെ ഏറെക്കുറെ ഓൾമോസ്റ്റ് 90% നമ്മൾ ആ ഡൺ ഡീലിലേക്ക് എത്തിയിരിക്കുന്നു. അതും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, നമ്മളൊക്കെ വിചാരിച്ച പേരുകളിൽ ഒരാൾ തന്നെയാണ് വെസ്റ്റ് ഹാമിലെ മാത്തേസ് ഫെർണാണ്ടസ്. ശരിയാണ്, കുറച്ചാൾ മുമ്പ് വരെ വെസ്റ്റ് ഹാം ഒരു പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പ്രൈസ് ടാഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും നമ്മൾ ചിലപ്പോൾ മത്തേസ് ഫെർണാണ്ടസിന്റെ പിന്നാലെ പോകാൻ സാധ്യത കുറവാണ് എന്നാണ്. കാരണം അവർ ഏറെക്കുറെ ഒരു 85 മില്യൻ്റെ ഒരു ഡീലാണ് അല്ലെങ്കിൽ ഒരു പ്രൈസ് ടാഗാണ് അവർ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്തേസ് ഫെർണാണ്ടസിന് ഒരിക്കലും 85 പോവില്ല, അങ്ങനെ ഒരു ബിഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യില്ല. വേറൊരു പ്ലെയറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഓപ്ഷനിലേക്ക് ചിലപ്പോൾ മാറും, അല്ലെങ്കിൽ വീണ്ടും ടൊണാലിയിലേക്കോ ചൊമേനിയിലേക്കോ ഒക്കെ വീണ്ടും ഒരു സ്റ്റാർട്ടിങ് വന്നേക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷെ കാര്യങ്ങൾ വീണ്ടും പഴയ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയറിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ വീണ്ടും വന്നേക്കണം. നമ്മൾ ഫസ്റ്റ് പ്ലെയറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. പ്ലെയർ ആയിട്ടുള്ള എഗ്രിമെന്റ്സ് ലോക്കാക്കി നെക്സ്റ്റ് ആണ് നമ്മൾ ക്ലബായിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അതൊരു വളരെ മികച്ച ഒരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിച്ചത് നേരെ ക്ലബായിട്ട് ഒരു ഡീലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു 85 ഉറപ്പാണ്. പക്ഷെ വെസ്റ്റ് ഹാമിനെ സംബന്ധിച്ചിടത്തോളം റെലഗേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ അവർ ഇത്രയും കടുപ്പിടുത്തം പിടിച്ചാലും പ്ലെയറിന് എന്തായാലും പ്രീമിയർ ലീഗിൽ വലിയൊരു കോമ്പറ്റീഷനിൽ കളിക്കണം എന്നുള്ളൊരു താല്പര്യം എന്തായാലും ഉണ്ടാവും, ഏതൊരു പ്ലെയേഴ്സിനും കയ്യിലും ഉണ്ടാവും. പ്ലസ് ചാമ്പ്യൻസ് ലീഗ് ഇന്നത്തെ സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം നമ്മൾ 15ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായത്. 15ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എംബൂമനെ സൈൻ ചെയ്യാൻ പറ്റി, മത്തേസ് കുനിയനെ സൈൻ ചെയ്യാൻ പറ്റി, സെസ്കോയെ സൈൻ ചെയ്യാൻ പറ്റി. 15ാം സ്ഥാനത്ത് നിന്നപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 3ാം സ്ഥാനത്താണ്. നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ സ്പോട്ട് ഉണ്ട്, നമുക്ക് കളിക്കാൻ സാധിക്കും. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു പ്ലെയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചൂസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത്രയും വലിയൊരു ക്ലബ്ബാണ്, ഇത്രയും വലിയൊരു ഓഫർ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തായാലും മത്തേസ് ഫെർണാണ്ടസ് അത് നിരസിക്കില്ല. അത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പുള്ളിക്കാരൻ ആ ഡീൽ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ടൈംസ് ഒക്കെ പുള്ളിക്കാരൻ ഏറെക്കുറെ എഗ്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 60-65 ഉള്ളിൽ അല്ലെങ്കിൽ 60-65 മാക്സിമം കൂടി പോയാൽ 70 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് മത്തേസ് ഫെർണാണ്ടസിനെ ടീമിലെത്തിക്കാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ചോദ്യം, നമുക്കിപ്പോൾ എഡേഴ്സൺ ഉണ്ട്, മത്തേസ് ഫെർണാണ്ടസ് ഉണ്ട്, പുതിയ 2 സൈനിങ് ആണ്. ശരിക്കും കസിമീറോ പോലെയുള്ളൊരു പ്ലെയർക്കുള്ള റീപ്ലേസ്മെന്റിലേക്ക് നമ്മൾ ഇപ്പോഴും കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിയാണ്, ഇവർ രണ്ടുപേരും യങ് ആണ്, ടാലന്റഡ് ആണ്. കുറച്ചും കൂടി നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇതിനും ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ കുറച്ച് മുമ്പത്തെ സീസൺ, പണ്ടത്തെ പോഗ്ബ മക്ടോമിനി ഒക്കെ ഉണ്ടായ ഒരു സീസണിന് ഓർമ്മയില്ല. അന്നും നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ നമ്പർ 6 ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് കസിമീറോനെ സൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ത്രൂ ഔട്ട് കസിമീറോയുടെ ഒരു ടോട്ടൽ 3 ഇയേഴ്സിന്റെ ഒരു ഫുൾ എല്ലാ സീസണും വെച്ച് നോക്കി കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ പെർഫോമൻസ് ബ്രില്യൻ്റ് ആയിരുന്നു. 1-2 സീസണിലെ ടോട്ടൽ ടീം ആൻഡ് പെർഫോമൻസ് അനുസരിച്ച് പുള്ളിക്കാരന്റെ പെർഫോമൻസ് ഡൗൺ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ പുള്ളിക്കാരൻ ഡൗൺ ആയിട്ടുണ്ട്. ആൾക്ക് ആ പേസ് തിരിച്ചു കിട്ടാൻ പറ്റുന്നില്ല, ആൾക്ക് ഫുൾ ടൈം കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ കസമീറോ ഈസ് കസമീറോ. എപ്പോഴാണ് ടീമിന് ആവശ്യം, എപ്പോഴാണ് ആ പ്ലെയറിൽ നിന്ന് ടീമിന് ആവശ്യമുള്ളത്, ആ സമയത്തൊക്കെ കസമീറോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉള്ളൊരു പ്ലെയറെ ആയിരിക്കണം നമ്മൾ നമ്പർ 6 കൊണ്ടുവരേണ്ടത്. ശരിക്കും നമ്മുടെ നമ്പർ 6 ഇപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. എത്തിക്കൂടായി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സൈൻ ചെയ്തിട്ടുള്ള ഈ പ്ലെയേഴ്സിൽ ഭാവിയിൽ കസിമീറോ ടൈപ്പ് ഒരു പ്ലെയറായി വന്നേക്കാം, അല്ലെങ്കിൽ അതിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറായി വന്നേക്കാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളൊരു ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ടാവും, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കരാവോ കപ്പ് കളിക്കുന്നതും FA കപ്പ് കളിക്കും. ഇത്രയും മാച്ചസ് വീക്ക്ലി നമുക്ക് കളിക്കേണ്ടി വരും. മിക്ക മന്തിലും അത് വീക്ക്ലി റൊട്ടേറ്റ് ചെയ്ത് വരും. അതിൻ്റെ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് വരും, അല്ലാതെ നമുക്ക് ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്ത് വരും. ഇത്രയും മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫോർമേഷൻ റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേയേഴ്സ്
ആണോ അല്ലെങ്കിൽ എത്രയും പ്ലേയേഴ്സിന് എത്തിക്കാൻ സാധിക്കുമോ എന്നാണ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലുള്ള നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ടൈമിൽ എന്തായാലും ഫസ്റ്റത്തെ സൈനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ കുറച്ചൊന്നും കൂടി സ്ലോ ഡൗൺ ആവും. നമ്മൾ വേൾഡ് കപ്പ് മേ ബി ഒന്ന് വാച്ച് ചെയ്യുമായിരിക്കും. വേൾഡ് കപ്പിലുള്ള പെർഫോമൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ മേ ബി സമ്മർ വിൻഡോയിലേക്ക് കുറച്ചും കൂടി അപ്രോച്ച് ചെയ്യുക. കുറച്ചും കൂടി പുതിയ പേരുകൾ വരും, പുതിയ പ്ലേയേഴ്സിലേക്ക് മാറും എന്നുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മളെന്തായാലും നമ്മുടെ സെക്കൻഡ് ഹിയർ വി ഗോ മേ ബി ഈ വീക്ക് വരാൻ സാധ്യതയുണ്ട്, വളരെ കൂടുതലാണ്. മത്തേസ് ഫെർണാണ്ടസ് ഇനി വെസ്റ്റ് ഹാമായിട്ടുള്ള ഡീലിങ്ങിന്റെ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി നമ്മൾ നെക്സ്റ്റ് മേ ബി ടാർഗറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സൈനിങ് എന്തായാലും ഒരു ലെഫ്റ്റ് ബാക്കിലേക്കായിരിക്കും. ചിലർ സ്ട്രൈക്കർ ഓപ്ഷൻസ് പറയുന്നുണ്ട്, സെൻട്രൽ ബാക്ക് ഓപ്ഷൻസ് പറയുന്നുണ്ട്. മേ ബി നമ്മൾ ഇനി നെക്സ്റ്റ് ഉടനെ നെക്സ്റ്റ് ഒരു ബിഡോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്ലേയേഴ്സ് ആയിട്ടൊരു കോണ്ടാക്ട് വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ അതെന്തായാലും ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. ആ ലെഫ്റ്റ് ബാക്ക് മേ ബി എൻ്റെ പേഴ്സണലി ഏറ്റവും കൂടുതലുള്ള ആഗ്രഹവും അതേപോലെ തന്നെ ഏറെക്കുറെ പറഞ്ഞു കേൾക്കുന്ന പേരും ഒറ്റ ഒരെണ്ണമാണ്. അത് ന്യൂകാസ്റ്റിലെ ലെവിസ് ഹാളാണ്. നമ്മൾ ആളെ കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ലെവിസ് ഹാളാണ് ഇപ്പോ നിലവിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക്. പുള്ളിക്കാരൻ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ ആണ്, യങ് ആണ്, ടാലന്റഡ് ആണ്. ലൂക്ക് ഷോയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ്. സോ നമ്മുടെ മേ ബി നെക്സ്റ്റ് ഓപ്ഷൻ എന്തായാലും ലെവിസ് ഹാൾ ആവും. അത് കഴിഞ്ഞാൽ മേ ബി വീണ്ടും ഒരു സെൻട്രൽ ബാക്കിലേക്കോ അല്ലെങ്കിൽ സ്ട്രൈക്കറിലേക്കോ പോകും എന്ന് പറയുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ വീണ്ടും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, പ്രോപ്പർ നമ്പർ 6 നമ്മൾ എന്തായാലും പോയേ പറ്റും. ചൊമേനിയുടെ ഓപ്ഷൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് ഓണാണെന്നാണ് എനിക്ക് തോന്നുന്നു. കസമിറോ വന്ന പോലെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ഈ സമ്മർ വിൻഡോ അവസാനിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ബൂമ്പൂട്ടിക്ക് പറയുന്ന പോലെ ആ ഈ സമ്മർ വിൻഡോ അവസാനിക്കുന്ന സമയത്ത് മേ ബി ചൊമേനിനെ നമ്മൾ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും എവിടെയും ന്യൂസ് ഒന്നും അങ്ങനെ ഇതായിട്ടില്ല, സ്പ്രെഡ് ആയിട്ടില്ല, മറ്റേ വാർത്തകളൊന്നും അധികം വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉള്ളിൽ തോന്നുന്നത് മേ ബി നമ്മൾ ചൊമേനിക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചൊമേനിക്ക് വേണ്ടിയിട്ടുള്ളൊരു ബിഡ് നമ്മൾ എന്തായാലും പോകും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കാര്യമാണ്. ബാക്കി നമ്മളുള്ള സ്പേസസ് ഒക്കെ ഫില്ല് ചെയ്യുക, ബാക്കിയുള്ള പ്ലേയേഴ്സിനെ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി എന്തായിരുന്നു എന്ന് വെച്ചാൽ മിഡ്ഫീൽഡ് ആയിരുന്നു. ആ മിഡ്ഫീൽഡ് ഇപ്പൊ നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് ആദ്യത്തെ 2 മൂവ് മിഡ്ഫീൽഡിലേക്ക് തന്നെ വെച്ച് കൃത്യമായിട്ട് അതിന് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇനി ഒരു മിഡ്ഫീൽഡർ ടാർഗറ്റ് അതൊരു ബിഗ് സൈനിങ് ആണെങ്കിൽ ഈ വട്ടത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സമ്മർ വിൻഡോ ഹാറ്റ്സ് ഓഫ്, അത്ര മാത്രമേ പറയുള്ളൂ. കാരണം നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ സമ്മർ വിൻഡോ അറിയാം, നമ്മൾ ഒരു മാസം നമ്മളൊരു പ്ലെയറിന്റെ പിന്നാലെ മാത്രം പോയി. ജൂൺ മാസം മൊത്തം നമ്മൾ ബ്രയാൻ എംബൂമയുടെ പിന്നാലെ മാത്രമാണ് പോയത്. വേറൊരു പ്ലെയറിലേക്കോ വേറൊരു കാര്യത്തിലേക്കോ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് പിന്നെ ഉള്ള സമയം നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസിലേക്കോ സൈനിങ് നടത്താൻ ടൈം കിട്ടിയില്ല. ഏറ്റവും അവസാനമാണ് ബലേബയുടെ ഒരു ഓപ്ഷൻ മുന്നിലേക്ക് വരുന്നത്. പുള്ളിക്കാരന് അതായത് പ്ലെയറിന് താല്പര്യം ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് പെട്ടെന്ന് ഒരു അപ്രോച്ച് ചെയ്യാനോ നമ്മുടെ കയ്യിലുള്ളൊരു ബാലൻസിങ് ഫണ്ട് സെറ്റ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം കഴിഞ്ഞ വർഷം ഒരു മാസം നമ്മളൊരു പ്ലെയറിന്റെ പിന്നാലെ മാത്രം പോയതാണ്, ഒരു ക്ലബിനും പ്ലെയറിനും ഇടയിൽ പോയതാണ്. അതും ഇതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തു, ക്ലബായിട്ടുള്ള ഇഷ്യൂ. പക്ഷെ ഈ വട്ടം എന്തായാലും ക്ലബായിട്ടുള്ള ഡീലിംഗ് കുറച്ചും കൂടി വേഗത്തിലായിരിക്കും. എല്ലാ ക്ലബുകളായിട്ടുള്ള ഡീലിംഗ് കുറച്ചും കൂടി വേഗത്തിലായിരിക്കും. എക്സ്പെഷ്യലി ഈ മത്തേസ് ഫെർണാണ്ടസിന്റെ കാര്യം പറഞ്ഞ പോലെ വെസ്റ്റ് ഹാമിനായിട്ട് കുറച്ചും കൂടി വേഗത്തിൽ കാര്യങ്ങൾ നടക്കും എന്നാണ് ഈ വട്ടം എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ വേൾഡ് കപ്പാണ്. എങ്ങനെയാണ് വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മൾ യുണൈറ്റഡിനെ കുറിച്ചുള്ള ന്യൂസുകളാണ് കൂടുതൽ ചെയ്യുന്നത്. വേൾഡ് കപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ആദ്യത്തെ മാച്ച് കണ്ടു, മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക മാച്ച്. ഒരു 1 സൈഡഡ് മാച്ച് ആയിരുന്നു. മെക്സിക്കോ ഞാൻ വിചാരിച്ചു സൗത്ത് ആഫ്രിക്ക കുറച്ചുകൂടി ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കും എന്ന രീതിയിൽ വിചാരിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അവരൊരു മിസ്സിങ്ങിന്റെ പുറത്ത് ഫസ്റ്റ് ഗോളും വന്നു. അങ്ങനെ വേൾഡ് കപ്പ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയിട്ടുള്ളത് ഞാനും ബ്രസീലിന്റെ കളി കാണാൻ വെയിറ്റിംഗ് ആണ്. സമയം ഏറെക്കുറെ നാട്ടിലെ ഒരു 1:30 1:45 ആയിട്ടുണ്ട്.
അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ്. 3:30-ക്കാണ് ബ്രസീലിന്റെ മാച്ച് വരുന്നത്. ഫസ്റ്റ് മാച്ചാണ്. അപ്പോൾ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നെക്സ്റ്റ് സൈനിങ് ഏതായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.